അഷ്ടമി രോഹിണി നാളിലെൻ മനസ്സൊരു മുക്തവൃന്ദാവനമായി മാറിയെങ്കിൽ. അഷ്ടമി രോഹിണി നാളിലെൻ മനസ്സൊരു മുക്തവൃന്ദാവനമായി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് അഷ്ടമി രോഹിണിയാണ്. അപ്പം ഞാൻ മിനിയാന്ന് അപ്പത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അഷ്ടമി രോഹിണി പൂജ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇപ്പോൾ ചെറിയൊരു ഐഡിയ ഞാൻ എങ്ങനെയാണ് അഷ്ടമി രോഹിണിയുടെ പൂജ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ചെറിയ ഐഡിയ തരാമെന്ന് വിചാരിച്ചു. അപ്പം രാത്രി 12 മണിക്കാണ് ഞാൻ പൂജ ചെയ്യുന്നത്. സാധാരണ വീട്ടിലൊക്കെ പണ്ടൊക്കെ ഒരു 8 മണി 8:30 ആകുമ്പോൾ പൂജ കഴിയും. കാരണം ഞാൻ കുട്ടിയായിരുന്നുകൊണ്ട് പെട്ടെന്ന് ഉറക്കം വരുമല്ലോ. 11 മണി വരെ ഉണർന്നിരിക്കാത്തതുകൊണ്ട് വീട്ടിൽ 8-8:30 ആകുമ്പോഴേക്കും എല്ലാ പൂജയും കഴിയാറുണ്ട്. ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഞാൻ രാത്രി 12 മണിക്ക് തന്നെയാണ് കൃത്യമായിട്ട് പൂജ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ രാത്രി 9-9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഞാൻ പൂജയ്ക്കുള്ള പ്രസാദം വെക്കാൻ വേണ്ടിയിട്ട് പച്ചരി, അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി, അതേമാതിരി ചൂണ്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറുത്ത കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ, നമുക്ക് ഒരു സ്വീറ്റ് തേങ്ങയും ശർക്കരയും ഇട്ടിട്ട് ഒരു ചെറിയൊരു സ്വീറ്റ് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോലം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് അരച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് 2 ടേബിൾ സ്പൂണോളം പച്ചരിയും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അരയ്ക്കാൻ തുടങ്ങണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ വീട് മുഴുവൻ അടിച്ച് തുടച്ച് മാറാലയൊക്കെ ഉണ്ടെങ്കിൽ മാറാലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ തന്നെ ചെയ്തു വെച്ചു. അപ്പോൾ അത് രാത്രിയായി. അപ്പം ഇനി നമുക്ക് പ്രസാദം ഉണ്ടാക്കാൻ തുടങ്ങണം. അതിനുശേഷം ഞാൻ പൂജ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഞാനിനി എല്ലാം വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. കാരണം എനിക്ക് പറഞ്ഞ് തന്നുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്കെന്തായാലും പൂജ ചെയ്യണം. അപ്പം അത് എനിക്ക് പ്രാക്ടിക്കലായിട്ട് വരില്ല. അപ്പം ഞാനിനി എല്ലാം വോയിസ് ഓവർ കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടോളൂ. ഓക്കെ. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ആദ്യം തന്നെ വീട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വയ്ക്കണം. മാറാല തട്ടി അടിച്ച് തുടച്ച് ഡോർസ് അടക്കം ഞാൻ ക്ലീൻ ചെയ്ത് വയ്ക്കുകയാണ്. കുട്ടികളുണ്ടെങ്കിൽ ഡോർസിലൊക്കെ നമ്മൾ അവരുടെ കൈകളൊക്കെ വയ്ക്കാറുണ്ട്, ഉണ്ണിക്കണ്ണൻ വന്നു എന്നുള്ള സങ്കല്പിച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം നന്നായിട്ടൊന്ന് തുടച്ച് വയ്ക്കുകയാണ്. നല്ല പുതിയ തുണിയാണ് കേട്ടോ ഇത്. അപ്പം അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് തുടയ്ക്കുകയാണ്. കാരണം നമ്മളിത് ഷോക്കേസിൽ വെച്ച ഐറ്റമാണ്. അപ്പം എന്തെങ്കിലും പൊടിയോ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീനായിട്ട് വെള്ളം കൊണ്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അതേമാതിരി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്, എന്നും ചെയ്യും. പക്ഷേ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഒന്നുകൂടെ ദൈവത്തിൻ്റെ പൂജാ റൂമോ അല്ലെങ്കിൽ ഷെൽഫാണെങ്കിൽ ഷെൽഫോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കുക, തുടച്ച് വൃത്തിയാക്കിയിട്ട് വയ്ക്കുക. അപ്പം ഞാനതെല്ലാം നല്ല വൃത്തിയായിട്ട് തുടച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ റൂമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും കുളിച്ചിട്ടേ നോക്കാറുള്ളൂ. ഇനി അടുത്ത പരിപാടി കോലമിടലാണ്. നമ്മൾ മുറ്റത്ത് ചെറിയൊരു കോലം, ഞാൻ അത്ര കോലമിടാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ കോലം ഇടാറുണ്ട്. അപ്പം കോലം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ മാതിരി കുറച്ച് പച്ചരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു തുണി വെച്ചിട്ടാണ് ഞാനിപ്പോൾ കോലം ഇടാൻ പോകുന്നത്. കോലം ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെറിയ കുഞ്ഞിക്കാലുകൾ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും ഞാൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന പോലെ ഞാൻ കോലം ഇടുകയാണ്. മുറ്റത്തും, അതായത് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലും നമ്മൾ ദൈവത്തിൻ്റെ വിഗ്രഹം എവിടെയാണോ വെക്കുന്നത് അവിടെയും വെക്കും. നമ്മൾ കോലം ഇടാറുണ്ട്. ഇങ്ങനെയാണ് വീട്ടിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ണൻ വന്നു എന്ന് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ കാലൊക്കെ വരച്ചു കൊടുക്കുന്നത്. ഒരു ഗോപികയായി ഞാൻ പിറന്നെങ്കിൽ.
അപ്പോൾ കണ്ടോ, എനിക്കറിയുന്ന മാതിരി ഞാൻ കാലും കുഞ്ഞിക്കാലുകളും അല്ലാതെ കോലവും ഒരു കോലമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഒരു കോലവും വരച്ചിട്ടുണ്ട്. ഇനി അതേപോലെ നമ്മൾ ദൈവത്തിൻ്റെ റൂമിൻ്റെ അവിടെയും ആ ഷെൽഫിൻ്റെ അവിടെയും ഞാൻ ഒന്ന് ചെറിയൊരു കോലം ഇടാൻ പോവുകയാണ്. പക്ഷെ ആ ദൈവത്തിൻ്റെ അവിടെ ഇടുന്ന കോലത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയുന്നുണ്ടാവും, ഞാനവിടെ ഗുരുവായൂരപ്പൻ്റെ രൂപം സങ്കല്പിച്ചിട്ട് ശംഖ, ചക്രം, ഗദാഹസ്തം, അതായത് പത്മവും വെച്ചിട്ടുണ്ട്. അതും ഞാൻ ആ കോലത്തിൻ്റെ ചുറ്റും വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള വിഗ്രഹം ഞാൻ തുളസിമാല അണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേമാതിരി സാധാരണ വേറൊരു മാല, പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയൊരു മയിൽപ്പീലി ഉണ്ട്. അതേമാതിരി ഒരു മഞ്ഞ ഉടുപ്പ് വസ്ത്രം ഇതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഭഗവാന്റെ അവിടെയും ഞാൻ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിലത്താണ് കോലം അണിഞ്ഞ് അവിടെയാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ ചെറുതാണ്, അതിൻ്റെ അടുത്തൊരു ഗണപതി. പിന്നെ ഞാൻ തട്ടിൽ പ്രസാദങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പഴം, വെണ്ണ, വെറ്റിലടയ്ക്ക, അവിൽ, കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരി, തേങ്ങ, വെള്ളം, പിന്നെ ഞാൻ ഉണ്ടാക്കിയ അപ്പം, പിന്നെ ചെറുപയർ തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. അതേപോലെ ചുണ്ടൽ, കറുത്ത കടല വെച്ചിട്ടുണ്ടാക്കുന്ന ചുണ്ടൽ. ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ വേറെ ഒരു ദിവസം റെസിപ്പി ഇടാം. പിന്നെ മഞ്ഞൾ, കുങ്കുമം, ഭസ്മം, ചന്ദനത്തിരി, പൂജിക്കാനുള്ള പൂവ്, മണി, കർപ്പൂരം കാണിക്കാൻ വേണ്ടിയിട്ട് കർപ്പൂരം, സാമ്പ്രാണി, നെല്ല്, പിന്നെ ഉണ്ണിക്കണ്ണന് ഗുരുവായൂർ വയ്ക്കുന്നതാണ് നമ്മൾ കുന്നിക്കുരു, അപ്പം അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം വീട്ടിലെ അമ്മമ്മയും അമ്മയൊക്കെ നല്ല അസലായിട്ട് കോലം ഇടുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് ആകെ ഒരു കോലേ അറിയുള്ളൂ, അത് തന്നെ ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ പൂജിക്കാൻ വെച്ചിരിക്കുന്നതെല്ലാം. പിന്നെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ചില സമയത്ത് 2-3 വിളക്ക് ഞാൻ ഇതിന് മുമ്പൊക്കെ കത്തിക്കാറുണ്ട് കേട്ടോ. പ്രാവശ്യം ഞാൻ നിലവിളക്കൊന്നും കത്തിച്ച് വെച്ചില്ല. പിന്നെ ഞാൻ പൂജയൊക്കെ കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഓക്കെ, പൂജയൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എപ്പോഴെങ്കിലും ഒരു ദിവസം ഇതേപോലെ അടുത്ത വർഷം ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അതെനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാതിരുന്നത്. അപ്പം പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അഷ്ടമരോഹിണി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ പ്രസാദമൊക്കെ എടുത്ത് കഴിക്കുക, അത്രയേ ഉള്ളൂ. തേങ്ങ ഉടച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ അഷ്ടമി രോഹിണി പൂജ. ഇത്രയേ ഉള്ളൂ പറയാൻ. കുട്ടി വ്ളോഗ് ഞാനൊരു നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചു, അതുകൊണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ആരൊക്കെ ആഘോഷിക്കാറുണ്ട് എന്നുള്ളത് പറയണം. ഞാൻ എല്ലാ വർഷവും ഇത് ചെയ്യാറുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന പാട്ട് എൻ്റെ സ്വന്തം പാട്ട് തന്നെയുണ്ടോ, വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പാടി നോക്കിയതാണ്. അതും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾക്ക് പുതിയ വീഡിയോ ആയിട്ട്, ശരിക്കുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. അഷ്ടമി രോഹിണി നാളിലെൻ മനസ്സൊരു മുഗ്ധവൃന്ദാവനമായി മാറി.